ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏവരും കാത്തിരുന്ന ആ ഒരു അപ്രതീക്ഷിത സംഭവം നടക്കുകയാണ്. ആളുകളായി അർച്ചനയുടെ ഓർമ്മകളിൽ സച്ചിയെക്കുറിച്ചോ അർച്ചനയുടെ പഴയകാല ജീവിതമോ ഒന്നും തന്നെ അതിന്റെ ഒരു ഈട് പോലും അർച്ചനയുടെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനൊക്കെ മാറ്റം വന്നുകൊണ്ട് വലിയൊരു ട്വിസ്റ്റ് തന്നെ സംഭവിക്കണം ഇന്നത്തെ എപ്പിസോഡിൽ. തുടക്ക അവന്തിക തന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേർ മൂർത്തിയോട് താനെല്ലാം വെട്ടിപ്പിടിക്കുമെന്നും സച്ചിയുടെ ഈ ഒരു കേസ് അത് പാതി വഴിയിൽ സച്ചിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ള അഹങ്കാരത്തോടെ ആത്മവിശ്വാസത്തോടെയുമാണ് മൂർത്തിയുടെ മുന്നിൽ അവന്തിക തന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അപ്പോഴേക്കും സച്ചി ആരതി വർമ്മയുമായി കടൽക്കരയിലേക്ക് എത്തിയപ്പോ സച്ചിയുടെ നിരാശാജനകമായ സംസാരം കേൾക്കുന്നത് ആരതി സച്ചിയോട് പറയുന്നു, ഇതെല്ലാം മനസ്സിനെ തകർത്ത് കളയുന്ന രീതിയിൽ ചിന്തിക്കാതെ ഇതൊക്കെ നമ്മുടെ വിജയത്തിന്റെ ഒരു വിജയത്തിലേക്ക് നമ്മളെ കുതിപ്പിക്കുന്ന ഒരു നേട്ടമായി അതിനുവേണ്ടിയുള്ള പ്രചോദനമായി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സന്ദീപ് വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസം അത് ഈ കേസ് വിജയിക്കുന്നതോടെ അതില്ലാതാവും. പിന്നീട് സന്ദീപ് തിരിച്ച് സച്ചിക്കരികിലേക്ക് തന്നെ വരും. നിങ്ങൾ പരസ്പരം നേരിട്ടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഇവിടെ ഉള്ളൂ എന്നുകൂടി ആരതി ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറഞ്ഞു, അങ്ങനെ അത്ര നിസ്സാരമായി അവൻ തിരിച്ചു വരുന്ന ഒരു സ്ഥലത്തേക്കല്ല അവൻ ഇപ്പോൾ പോയിരിക്കുന്നത്. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. എന്റെ ശത്രുപാളയത്തിലേക്കാണ്, എന്റെ കുടുംബത്തിന്റെ ശത്രുപാളയത്തിലേക്കാണ് അവൻ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ആരതി ചോദിച്ചു, സച്ചി എന്തായി പറഞ്ഞു വരുന്നത്? അപ്പോഴേക്കും ആരതിയോട് സച്ചി കൃത്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. സത്യത്തിൽ അവൻ പോയിരിക്കുന്നത് അവന്തികയോടൊപ്പമാണ്. അവന്തിക എന്റെ കുടുംബത്തിന്റെ തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഒരുവളാണ്. അവളോടൊപ്പം ചേർന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ തകർച്ച മാത്രം മുന്നിൽ കണ്ടു നടക്കുന്നവൾ സന്ദീപിനെ എനിക്കെതിരെയുള്ള ഒരായുധമാക്കി മാറ്റുമോ എന്നതാണ് എന്റെ ആശങ്ക. അതാണ് അവന്റെ ജീവിതം പോലും ഇല്ലാതാകുന്ന ഈ ഒരു സാഹചര്യമാണ് എന്നെ തളർത്തിക്കളയെന്ന് പറയുമ്പോൾ ആരതി പറഞ്ഞു, സച്ചി സമാധാനപ്പെട്. എല്ലാ കാര്യങ്ങളും നമുക്ക് സന്ദീപിനെ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാമെന്ന് അറിയിക്കുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴേക്കും സച്ചി പറയുന്നത്, അർച്ചനയെ അന്വേഷിച്ചിട്ടാണെങ്കിലും എനിക്ക് അർച്ചനയെ കുറിച്ച് കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അർച്ചനയുടെ ബാഗ് മാത്രമല്ലാതെ അർച്ചന എവിടെയാണെന്നോ അർച്ചന ജീവനോടെ ഉണ്ടോ അർച്ചന എവിടെയുണ്ട് എന്നതിനോ യാതൊരു തെളിവും എനിക്ക് ആരെയും മുന്നിൽ കൊണ്ടുചെന്ന് നിർത്താനോ എന്നെ എത്തിക്കുന്നതിനായിട്ട് അവളിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു തെളിവ് പോലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് നിരാശയോടെ സച്ചി പറയുമ്പോൾ ആരതി പറഞ്ഞു, ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അർച്ചനയിലേക്ക് എത്തിച്ചു തരാം, അല്ലെങ്കിൽ അർച്ചനയിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. താമസിയാതെ തന്നെ സച്ചിയുടെ അർച്ചനയെ കണ്ടെത്താൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് സച്ചിയെ ആശ്വസിപ്പിക്കുകയാണ് ആരതി. അതിനുശേഷം കമലമ്മയും ആതിരയും എല്ലാവരും ചേർന്ന് തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പിന്നിലുണ്ടാവുന്നു. കമലമ്മ അമ്മയെ എന്ന് നിലവിളിക്കുമ്പോൾ ഇത് കേട്ട് അവിടേക്ക് അനഘ ഓടിയെത്തി. അനഘയും സ്നേഹയും കൂടി വന്ന് എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ആതിര അത് കണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ അമ്മയ്ക്ക് അമ്മ ഇടിമിന്നൽ കണ്ടിട്ടാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വലിയൊരു മിന്നൽ പിണർ വന്നതും കമലമ്മ വല്ലാതെ ഭയത്തോടെ നിലവിളിച്ചു. ഇത് കണ്ടതോടെ അരികിൽ നിന്ന് അവർ മൂന്നുപേരും ചിരിച്ചു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അമ്മയ്ക്ക് ഇത്രയും നാളായിട്ടും അമ്മയുടെ പേടിയൊന്നും മാറിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് സ്നേഹയും അനഘയും കളച്ചിട്ടു. അയ്യേ, അമ്മയ്ക്ക് മിന്നലിനെ പേടിയാണോ? അപ്പോഴാണ് ആതിര പറഞ്ഞത്, അമ്മയ്ക്ക് ഈ ലോകത്ത് എന്തിനെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ഈ മിന്നലിനെ മാത്രമാണ്, മറ്റൊന്നിനെയും അമ്മയ്ക്ക് പേടിയില്ല. അങ്ങനെ കേട്ടതും അവർ കളിയൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് കമലമ്മയുടെ മനസ്സിലേക്ക് അർച്ചനയെ കുറിച്ചുള്ള ഓർമ്മയെത്തി. എനിക്ക് മാത്രമല്ല എൻ്റെ മിന്നൽ എന്ന് പറഞ്ഞാൽ പേടിയാണ് എന്ന്. അങ്ങനെ മകളെ കുറിച്ച് ആ അമ്മ ഓർത്തിരിക്കുമ്പോഴേക്കും അവിടെ മുറിയിലിരിക്കുന്ന അർച്ചനയും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മിന്നലെത്തിയത്. ആ മിന്നൽ പിണർ വന്നതും അർച്ചനയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഭയം ഉളവായി. അർച്ചന അമ്മയെന്ന് ഉറക്കെ നിലവിളിച്ചു. അതോടൊപ്പം അർച്ചനയുടെ തലയിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ പഴയ ജീവിതത്തിലെ ഒരു ദൃശ്യം ഓടിയെത്തി. സച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ഭയത്തോടെ, മിന്നൽ പിണര് വരുമ്പോൾ ഭയത്തോടെ ഓടിച്ചെല്ലുന്ന അർച്ചനയോട് അയ്യേ താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ, അതൊരു മിന്നലല്ലേ എന്ന് പറഞ്ഞ് അർച്ചന അരികിൽ ചേർത്ത് നിർത്തുമ്പോൾ എനിക്ക് പേടിയാ സച്ചിയേട്ടാ, എനിക്ക് ഏറ്റവും പേടി ഇത് മാത്രമാണെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന അർച്ചന അങ്ങനെ സച്ചിയെ ചേർത്ത് പിടിച്ച് ഈ ബെഡിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞ് സച്ചിയെ അവിടെ പിടിച്ചിരുത്തി അർച്ചന സച്ചിയെ കെട്ടിപ്പിടിച്ചിരുന്ന ആ നിമിഷങ്ങൾ അത് അർച്ചനയുടെ മനസ്സിലൂടെ മിന്നായം പോലെ ഒന്ന് കടന്നു പോകുന്നു. അർച്ചനയ്ക്ക് താൻ മറ്റേതോ ഒരു ലോകത്തെന്ന പോലെ, താൻ വേറെന്തോ ചിന്തിച്ചു എന്ന പോലെ ഒരു ഓർമ്മ അർച്ചനയുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയപ്പോൾ വീണ്ടും മിന്നൽ പിണരുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന നിലവിളിച്ചുകൊണ്ട് ആ മുറിയിൽ അങ്ങനെ ഇരുന്നു. അത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ശോഭയും ശിശിരയും എത്തുന്നത്. എന്തു പറ്റി മോളെ എന്ന് ചോദിച്ച് ശോഭ അരികിലേക്ക് എത്തിയതും എനിക്ക് പേടിയാമേ ഈ മിന്നല് എന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ചിരിക്കുന്ന അർച്ചന മോൾക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ ശിശിര ചോദിച്ചു, ഈ ഇരിക്കുന്ന പിന്നെ എന്താ വേറെ എന്തെങ്കിലും ആണോ അമ്മേ?
അപ്പോഴേക്കും ശരിയാണല്ലോ എന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് അർച്ചനയ്ക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ശിശിരയും ശോഭയും അർച്ചനയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, ചെറുപ്പകാലം മുതൽ കുട്ടിക്കാലം മുതൽ എനിക്ക് പേടിയുള്ള ഒന്ന് ഈ മിന്നലാണ്, അന്ന് മുതലേ എനിക്ക് പേടിയാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശിശിര അർച്ചനയുടെ മനസ്സിലേക്ക് കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എത്തിയിട്ടുണ്ടെന്നും പഴയകാല ഓർമ്മകൾ അവളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഞെട്ടലോടെയുള്ള സത്യം തിരിച്ചറിഞ്ഞ് ശിശിര വേഗം ശോഭയെ വിളിച്ചു. അമ്മ ഇങ്ങ് വന്നേ, വേറെ പണിയൊന്നുമില്ലേ, അവൾ അവിടെ പൊതച്ചു മൂടി കിടന്നോളും, ഈ വെറുമൊരു മിന്നലല്ലേ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ശിശിര ശോഭയെ ബലമായി അവിടുന്ന് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തു വന്ന ശോഭയോട് ശിശിര പറഞ്ഞു, അമ്മ കേട്ടില്ലേ, അമ്മ അന്ന് ആ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് എന്താ അമ്മ ചെയ്യിച്ചത്, വെറുതെ കുറച്ചു നാളത്തേക്ക് മാത്രമാണോ അവളുടെ ഓർമ്മകളെ ഇല്ലാതാക്കിയത്, ഇപ്പോ അവൾ പറഞ്ഞത് കേട്ടില്ലേ, അവൾക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അമ്മ സൂക്ഷിച്ചോ, ഇത് അമ്മയുടെ പ്രവൃത്തികളെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവളുടെ ഓർമ്മകൾ അവളിലേക്ക് മടങ്ങി വരികയാണ് എന്ന് പറഞ്ഞ് ശോഭയെ ഒന്ന് ഭയപ്പെടുത്തി. ശോഭ അതോർത്ത് ഞെട്ടലോടെ അങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചനയുടെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഗോകുലിന്റെയും അർച്ചനയുടെയും ജീവിതം എത്രയും വേഗം അവരെ ഒന്നിപ്പിച്ചാൽ മാത്രമേ സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അർച്ചന ഒഴിവാക്കുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ അവരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടതെന്ന് അവന്തിക തീരുമാനിക്കണം. മൂർത്തിയോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഗോകുലും അർച്ചനയുമായിട്ടുള്ള വിവാഹം നടത്തിയേ തീരൂ, അതാണ് ഇനിയുള്ള എന്റെ ലക്ഷ്യം, അതിനുവേണ്ട കരുക്കളാണ് ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മൂർത്തിയോട് അവന്തിക അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. അതിനുശേഷം സന്ദീപിന്റെ അരികിലേക്ക് അവന്തിക എത്തി. സന്ദീപിനെ പുതിയതായിട്ട് താൻ സന്ദീപിന് നൽകാൻ പോകുന്ന ആ പുതിയൊരു പ്രസന്റ് കാട്ടുകയാണ്. സന്ദീപിന് താൻ നൽകുന്ന ഷെയർ, ആ കമ്പനിയിലെ പുതിയ സ്ഥാനം, അത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിട്ട് അവന്തിക സന്ദീപിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ഇതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് സന്ദീപ് ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപിനോട് അവന്തിക പറഞ്ഞു, ഇത് മാത്രമല്ല ഇനിയുമുണ്ട് നിനക്ക് ഞാൻ തരുന്ന സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് അവന്തിക അറിയിച്ചു. സന്ദീപ് ആകെ അതിശയപ്പെട്ട് നോക്കുമ്പോൾ, നിനക്ക് ഈ അവന്തിക അസോസിയേറ്റ്സിന്റെ 25% ഷെയർ നിനക്കുള്ളത് ഞാൻ എഴുതി തരും, അത് മാത്രമല്ല ഇത് കണ്ടോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് സന്ദീപിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ സമയത്ത് ആതിര ആകെ വിഷമിച്ച് സന്ദീപിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സ്നേഹയും അനഘയും കൂടി ആതിരെ ആശ്വസിപ്പിക്കുകയാണ്. സന്ദീപ് മടങ്ങി വരും, നിന്നെയും മോളെയും മറന്നിട്ട് അവന് ജീവിക്കാനാവില്ല, അവൻ തീർച്ചയായിട്ടും നിന്റെ അരികിലേക്ക് എത്തും എന്ന് ആതിരെ ആശ്വസിപ്പിക്കുമ്പോൾ ആതിര പറഞ്ഞു, ഞാനും അന്ന് വല്ലാതെ മോശമായിട്ട് അവനോട് പെരുമാറിയത്, അത് അവനെ വല്ലാതെ വേദനിപ്പിച്ചത്, വാശി എടുത്തു തുടങ്ങിയാൽ അവനോളം വാശിയുള്ള ഒരാൾ വേറെയില്ല, വാശിക്ക് അവൻ എന്നേക്കാൾ ഭയങ്കര വാശിക്കാരനാ, അതാണ് അവന്റെ പ്രശ്നവും, അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നു. സത്യത്തിൽ അന്ന് ഞാൻ അത്രത്തോളം അവനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു, എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അങ്ങനെ ഒപ്പം നിന്നില്ലേ എന്ന്, അതുകൊണ്ടാണ് അവന് കൂടുതൽ ദേഷ്യമായതെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട സ്നേഹ പറഞ്ഞു, അല്ലെങ്കിലും സന്ദീപേട്ടൻ ഇതിനു മുൻപും സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോയി വിറ്റിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ആരാണേലും അങ്ങനെ ഒരു ധാരണ ആരുടെ മനസ്സിലാണെങ്കിലും തോന്നിപ്പോകും, അതുകൊണ്ട് എന്തായാലും അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, സന്ദീപ് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ആതിരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്റെ പനക പറഞ്ഞു. അന്നല്ലേലും സച്ചിയേട്ടൻ അത്രത്തോളം ദേഷ്യപ്പെട്ടതാ സന്ദീപിനെ വല്ലാതെ വേദനിപ്പിച്ചത്, മറ്റാരൊക്കെ കുറ്റപ്പെടുത്തിയാലും സച്ചിയേട്ടനോട് അവനൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്, അച്ഛന്റെ സ്ഥാനത്താണ് സച്ചിയേട്ടനെ സന്ദീപ് കാണുന്നത്, അതുകൊണ്ട് തന്നെ സന്ദീപിനെ സച്ചിയേട്ടൻ വഴക്ക് പറഞ്ഞതും തല്ലിയതുമൊക്കെ അവനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇറങ്ങിപ്പോയത്, സച്ചിയേട്ടൻ അന്നത്തെ പെരുമാറ്റവും കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞപ്പോ അത് കേട്ട സച്ചി എവിടേക്ക് എത്തി. അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയെന്നാണോ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെയല്ല സച്ചിയേട്ടാ, അവന്റെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, സച്ചിയേട്ടൻ അവനെ തല്ലിയതെന്ന് പറഞ്ഞതും സന്ദീപിനെ കുറിച്ച് ഓർത്ത് സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവനെ വിളിച്ച് മാപ്പ് പറയാം, അവനെ അന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്തു പോയതല്ലേ, അതിന്റെ പേരിൽ അവൻ വീട് വിട്ട് മാറി നിൽക്കണ്ട, എന്തായാലും അവനെ വിളിച്ച് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോ കമലമ്മ പറഞ്ഞു, അതൊന്നും വേണ്ട, ഇവള് ചുമ്മാ ഓരോന്നൊക്കെ, അവൻ തിരിച്ചിങ്ങി വന്നോളും, അല്ലാതെ നീ പോയി മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല മോനെ, അവന്റെ പെരുമാറ്റം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത്, അവൻ താനെ ഇങ്ങി വന്നാൽ മതി, അല്ലാതെ മോന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, സച്ചി നീ അതിന് പോയി മാപ്പൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ സച്ചി പറഞ്ഞു, അമ്മേ അങ്ങനെ അവന്റെ മുന്നിൽ തോൽക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, സത്യത്തിൽ ഈ രക്തബന്ധത്തിനും ഒരു സുഖമുണ്ടമ്മേ, ഇങ്ങനൊരു തോൽവിയൊക്കെ സമ്മതിക്കുമ്പോൾ ചില തോൽവികളും അത് ചില ജയം തന്നെയാണ്, എൻ്റെ സന്ദീപിന്റെ ജീവിതം തിരികെ പിടിക്കാനല്ലേ, എനിക്കോ ജീവിതമില്ലാതെ അവന്റെ ജീവിതവും ഇല്ലാതാകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ അച്ഛന്റെ മകനാണ്, അത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മകൻ, അങ്ങനെ ഒരു അവന്തികയെ പോലെ ഒരുവളുടെ അടിമയായി അവിടെ കഴിയേണ്ടവനല്ല, അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഞാൻ അവനോട് മാപ്പ് പറയാൻ, അല്ലെങ്കിൽ അവന്റെ കാല് പിടിച്ച് അവനോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എന്ന് സച്ചി അറിയിച്ചു.
ഇപ്പോൾ തന്നെ ഞാൻ അവനെ വിളിക്കുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കമലമ്മ ആതിരയോട് ദേഷ്യപ്പെട്ടു. നിനക്ക് നിനക്ക് വേറൊരു പണിയുമില്ലല്ലേ, നീ വെറുതെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആതിര സങ്കടത്തോടെ സച്ചിയേട്ടനോട് പറഞ്ഞു, സച്ചിയേട്ടാ എനിക്ക് എന്റെ സന്ദീപിനെ വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആതിര അകത്തേക്ക് പോയി. അതിനുശേഷം അവന്തിക സന്ദീപിനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ പുറത്ത് ഒരു കാറ് കിടക്കുന്നത് സന്ദീപ് കണ്ടു. അവന്തിക ആ കാറ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാ നോക്കിക്കേ, ഇതാണ് നിനക്ക് വേണ്ടി ഞാൻ കരുതിയ മറ്റൊരു പ്രസന്റ്. കണ്ടോ, നിനക്ക് ഇത് ഏതാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ സന്ദീപ് അതിനടുത്തേക്ക് വന്ന് ആ കാറിനെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു, എനിക്കറിയാം, ഇത് നെല്ലിശ്ശേരിയിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന എത്രയോ വർഷക്കാലം ഞാൻ ഉപയോഗിച്ച കാറാണിത് എന്ന് പറഞ്ഞു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, ഞാൻ കുറെ അന്വേഷിച്ചു, കുറെ ഏറെ തുക കൊടുക്കേണ്ടി വന്നു, എങ്കിലും എത്രയാണെങ്കിലും സാരമില്ല, നിനക്കൊരു ഗിഫ്റ്റ് തരുമ്പോ അത് എന്റെ അനുജന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിൽ എന്നും നീ ഓർത്തു വയ്ക്കുന്ന ഒരു ഗിഫ്റ്റ് ആകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് നിന്റെ ഏട്ടത്തി ഇത് തന്നെ കണ്ടെത്തിയത്. നിനക്കിപ്പോ ഏത് കാറ് വേണമെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാം, പക്ഷെ ഇത് തന്നെയാകുമ്പോ അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നിനക്കൊരു സമ്മാനം തരുമ്പോ അതെന്നും നീ ഓർത്തു വെക്കണ്ടേ, അതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോ അവന്തികയോട് താങ്ക്സ് പറയുകയാണ് സന്ദീപ്. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നും അത്രയേറെ ഓർമ്മകൾ എനിക്ക് ഈ കാറിലുണ്ട് എന്ന് സന്ദീപ് അറിയിച്ചു. അങ്ങനെ ആ കാറിനെ തഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, പിന്നെ ഇതല്ലെങ്കിൽ മറ്റേത് കാർ വേണമെങ്കിലും ഇവിടെ നിനക്ക് എടുക്കാം, മറ്റ് പല കാറുകളും നമുക്കുണ്ടല്ലോ, ഇത് നിന്റെ സ്വന്തമായിട്ട് നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നതാണ് എന്ന് പറഞ്ഞു സന്ദീപിനെ കയ്യിലെടുക്കുന്ന പോലെ അത്രയേറെ സന്തോഷം സന്ദീപിനെ കൊടുത്തുകൊണ്ട് അവന്തിക തൻ്റെ അറുപുമാടിനെ എത്രത്തോളം സന്തോഷിപ്പിക്കാമോ അത്രത്തോളം സന്തോഷിപ്പിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, എന്തായാലും ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് നല്ലൊരു ജീവിതം വേണം, അത്രയും ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ എന്നറിയിച്ചു. ഉടനെ സന്ദീപിനോട് അവധിക്ക് ചോദിച്ചു, അല്ല ആ ഗസ്റ്റ് ഹൗസിലെ ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മൂർത്തിയോട് പറയണം. മൂർത്തിയെ പഠിക്കാൻ പറഞ്ഞു, സന്ദീപ് സാർ എന്തെങ്കിലും പറയാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നറിയിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞു, കുഴപ്പമില്ല, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ധാരാളമാണ്. അപ്പോഴാണ് അവന്തിക പറഞ്ഞത്, ഇനി ആതിരയും മോളെയും പതിയെ എവിടേക്ക് കൊണ്ടുവരണം, ഇനി നിങ്ങൾ ഒന്നിച്ചു വേണം കഴിയാനായിട്ട്. എന്തായാലും ഇവിടെ നിന്ന് ചിപ്പിമോളും നിന്റെ മോളും അമ്മുവും ഒരുപോലെ ഒരേ ക്ലാസ് തന്നെയാണല്ലോ പഠിക്കുന്നത്, അവര് വളരെ അടുത്ത കൂട്ടുകാരുമല്ലേ, അപ്പൊ പിന്നെ അവരൊന്നിച്ചിവിടെ നിന്ന് പോകട്ടെ, അതാ കുട്ടികൾക്ക് ഒരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടേ എന്ന് സന്ദീപ് അറിയിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് സച്ചിയുടെ ഫോൺ കോൾ സന്ദീപിനെ തേടിയെത്തിയത്. സന്ദീപ് ആ ഫോൺ കോൾ കണ്ടിട്ട് ആകെ സംശയത്തോടെ ഒന്ന് അവന്തികയെ നോക്കി. ഉടനെ അവന്തിക ചോദിച്ചു, സച്ചി ആയിരിക്കും വിളിക്കുന്നതല്ലേ, അവൻ മാപ്പ് പറയാനായിരിക്കും വിളിക്കുന്നത്. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, എന്ത് തീരുമാനം വേണമെങ്കിലും നിനക്ക് എടുക്കാം, പക്ഷേ ഇപ്പോ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്ന മറ്റൊന്നുകൂടിയാണ്. നിനക്ക് ഞാൻ എൻ്റെ ഷെയറിന്റെ 25% തരുമെന്ന് പറഞ്ഞല്ലോ, അതിപ്പോ നിനക്ക് നീ ചിന്തിക്കുന്നതിനേക്കാൾ വളരെയേറെ വലുതാണ് എന്ന കാര്യം നീ മറക്കണ്ട. അതുകൊണ്ട് ഒരു കാര്യം നീ അതിനായി എനിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. ഇവിടെ സച്ചി നൽകിയ കേസിന് നീ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കണം, അതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ഇവിടെ എനിക്ക് ആരോടും യാതൊരു രീതിയിലും ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടാവില്ല, കാരണം ആര് ജയിക്കണോ ആര് തോൽക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് നന്നായി ജീവിക്കണം, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്തായാലും ഇതിനുള്ള ഒരു മറുപടി ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് സന്ദീപ് അറിയിച്ചു. ശരി, അങ്ങനെ മതിയെന്ന് പറഞ്ഞ് അവന്തിക അവിടുന്ന് അകത്തേക്ക് പോകുമ്പോൾ സന്ദീപിനെ ഞാൻ വലയിൽ വീഴ്ത്തി കഴിഞ്ഞു. ഇനി അവൻ എന്റെ വല പൊട്ടിച്ച് പോവുകയില്ല, കാരണം അവന്റെ വേണ്ടതും അവൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തു. ഇനി അവൻ എന്റെ അടിമയായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ എന്ന് അഹങ്കാരത്തോടെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ സന്ദീപ് അവന്തികയ്ക്കുള്ള കെണി ഒരുക്കിയിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന സന്തോഷത്തിൽ, എന്തായാലും അവന്തിക തന്റെ വലയിൽ വീണു എന്ന ആ ഒരു സന്തോഷത്തിലും സന്ദീപ് പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ഈ സമയത്ത് സച്ചി അവന്തികയുടെ പിടിയിൽ നിന്ന് സന്ദീപിനെ എങ്ങനെ രക്ഷിക്കാമെന്ന് ആലോചിച്ച് കുറെ തവണ ഫോൺ ചെയ്തിട്ടും സന്ദീപ് കോൾ എടുക്കുന്നില്ല എന്ന് കണ്ടതോടെ ആകെ നിരാശയോടെ ഫോൺ വെച്ച് അവിടുന്ന് മടങ്ങി. അപ്പോഴാണ് രാജീവിന്റെ മുന്നിലിരുന്ന് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശിശിരയുടെ അരികിലേക്ക് ഭക്ഷണവുമായിട്ട് അർച്ചന എത്തിയത്. ശിശിര ഉടനെ അർച്ചനയോട് പറഞ്ഞു, അതിങ്ങതാ അർച്ചന, സമൃദ്ധ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോ ആകെ അതിശയത്തോടെ അർച്ചന ശിശിരയെ നോക്കി. ഇത് കണ്ടതും ശിശിര ചോദിച്ചു, അല്ല നീ എന്താ സമൃദ്ധനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കിയത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കിയൊന്നുമല്ല, ഒരിക്കലും കേൾക്കാത്ത രീതിയിലുള്ള ഒരു വാക്ക് ചേച്ചിയുടെ ഭാഗത്തു നിന്ന് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്, അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടും സംശയത്തോടെ അങ്ങനെ നോക്കുമ്പോൾ ഉടനെ തന്നെ ശിശിര പറഞ്ഞു, അതെ, എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ എനിക്കറിയാം, അതിനിപ്പോ ആരും പ്രത്യേകിച്ച് മുന്നിട്ടിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശിശിര വേഗം തന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവന്തിക അവിടേക്ക് ഈ സമയത്ത് അർച്ചന വേഗം അപ്പുറത്ത് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഭക്ഷണം എടുത്തു കൊടുക്കുന്നതിന് രാജീവിനോട്
ശിശിര ചോദിച്ചു. അല്ല, അന്ന് എന്നോട് സമൃദ്ധിയെക്കുറിച്ച് എന്തോ രഹസ്യം അറിയാമെന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? എനിക്ക് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, എന്നോട് പറയില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാജീവ് മനസ്സിൽ ചിന്തിച്ചു, നിന്നോട് പറയുന്നേക്കാൾ നല്ലത് ഞാനൊരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇടുന്നതല്ലേ എന്ന് ആലോചിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന്തിക പറഞ്ഞു. ആ, പെട്ടെന്ന് അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ശിശിര ചോദിച്ചു, അല്ല അതെന്താ എന്നോട് പറയാൻ രാജീവേട്ടന് മടിയുണ്ടോ? അപ്പോഴേക്കും തനിക്കറിയാം, പക്ഷെ പറയില്ല എന്നായിരുന്നു രാജീവിന്റെ മറുപടി. അത് കേട്ടതോടെ ശിശിര പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാം, ഇപ്പോ എന്നെക്കാളും പ്രിയപ്പെട്ടവള് ഇപ്പോ സമൃദ്ധയാണല്ലോ അല്ലേ? അത് കേട്ടതോടെ കലി കയറിയ രാജീവ് ആ നിമിഷം ശിശിരയുടെ കർണത്തടിക്കുന്നു. പിന്നീട് മുറി ക്ലീൻ ചെയ്യാനായി കയറിയ അർച്ചന അപ്രതീക്ഷിതമായി ആ ബൈബിളിൽ നിന്ന് ഒരു ഫോട്ടോ നിലത്തേക്ക് വീഴുന്നത് കണ്ടു. ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു കുരിശണിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. ഇത് കണ്ടതോടെ സംശയത്തോടെ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് ശോഭയെത്തി. ശോഭ വേഗ ഫോട്ടോ മേടിച്ചതും അർച്ചന ചോദിച്ചു, അല്ലമ്മേ, ഇത് ആരുടെ ഫോട്ടോയാ? ഇതെന്റെ ചേച്ചിയുടെ മോളാണെന്ന് പറഞ്ഞതും അമ്മയുടെ ചേച്ചി ക്രിസ്ത്യനാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തിനാ ആ കുട്ടിയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു കുരിശ് കിടക്കുന്നത്? അത് കേട്ടതോടെ ഞെട്ടലോടെ ശോഭ വേഗം ആ ഫോട്ടോയും വാങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനയുടെ മനസ്സിൽ പല സംശയങ്ങൾക്കും മുളപൊട്ടുന്നു.